ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരു അടിപൊളി റെസിപ്പി കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അതിൽ കാണിക്കുന്ന ഒരുവിധ ഇൻഗ്രീഡിയൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് മൈദ, ഈസ്റ്റ്, ഓയിൽ, പഞ്ചസാര, ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴയ്ക്കാം. ഒന്നും നോക്കണ്ട, ഉള്ള എല്ലാ എനർജി എടുത്തിട്ട് കുഴച്ചോളൂ. നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ഒരു ഗുട്ടൻസ് സെറ്റാവുള്ളൂ. ലാസ്റ്റ് ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം. പിന്നീട് എനിക്ക് ഇജുനും അല്ലുനും വേണ്ടിയിട്ട് കുറച്ച് മുളപ്പിച്ച പയറുണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റീം ചെയ്ത് വെക്കുകയാണ്. സാധാരണ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഞാൻ നന്നായിട്ട് കഴിക്കാറുണ്ട്. കുറച്ച് ഗരം മസാല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ആ കാര്യം സെറ്റാക്കി. പിന്നെ പുഴമീൻകാരന് കൊണ്ടുവന്ന ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് വേഗം കറിയാക്കി വെച്ചാൽ പിന്നെ വൈകിട്ട് ആ പണി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ പരിപാടി നോക്കി. അതിലേക്ക് നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ, അങ്ങനെ വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഇങ്ങനെ വാട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റാണ്. അങ്ങനെ സാധാരണ നോർമലി ഉണ്ടാക്കുന്ന പോലെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയിട്ട് വേണ്ട മസാലകളെല്ലാം ആഡ് ചെയ്തിട്ട് അത് സെറ്റപ്പാക്കുക. പിന്നെ അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് കുറച്ച് ഉള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ഈ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നന്നായിട്ട് കുഴയ്ക്കുക. എന്നിട്ടത് പൊരിച്ചെടുക്കുക. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. പിന്നെ കറിക്കുള്ള വകുപ്പായി അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് കറി അവിടെ ആക്കി വെച്ചു. ചെമ്മീനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ഇപ്പോൾ ഇത് നോർമലി പൊരിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാമിനെ പോയി നോക്കി. മാഷാ അല്ലാ, അവൾ നല്ല ഉറക്കമാണ്. അവിടെ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവുള്ളൂ. നേരത്തെ കുഴച്ചിട്ടുള്ള ആ മാവിൻ്റെ അകത്തേക്ക് ഞാൻ സമോസയുടെ ഫില്ലിങ്ങാണ് സെറ്റാക്കിയത്. പക്ഷേ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായ ആ റെസിപ്പിൻ്റെ അകത്ത് ഷവർമയുടെ ഫില്ലിങ്ങാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി നല്ലതായി തോന്നിയത് ഇങ്ങനെ ചെയ്താലായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡിസൈനൊക്കെ ഞാൻ തന്നെ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ പോലെ ചെയ്തതാണ്. ആ ഒരു കത്രികയുടെ എൻഡ് വെച്ചിട്ട് ചെയ്തപ്പോൾ ഒരു നല്ലൊരു ഡിസൈൻ വന്നു. പക്ഷേ നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ടായിരിക്കും വല്ലാതെ പൊങ്ങി വന്നതുകൊണ്ട് ചിലതൊക്കെ ഡിസൈനൊക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. ബാക്കി ചിലതൊക്കെ ഓക്കെയുമാണ്. പക്ഷേ നല്ല സോഫ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ചായയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്തായാലും നല്ലതായിരുന്നു ഫുഡ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഇജുവിന് ക്ലാസ് കഴിഞ്ഞപ്പം അവൻ്റെ മിസ്സ് കൊടുത്ത കുറേ സാധനങ്ങളായിട്ട് വന്നു. അവന് വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവൻ്റെ വാണി മിസ്സിനെ. മിസ്സ് നല്ല നല്ല ക്യാരക്ടറാണ്. എല്ലാവരെയും ഒരു പാർഷ്വാലിറ്റി ഒന്നും ഇല്ലാതെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ അലമാരയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാം ഡിസോർഡറായി കിടക്കുമായിരുന്നു. പിന്നെ മെഹന്തി ഇടാനുള്ള പരിപാടി നോക്കിയിട്ട് അതും സെറ്റാക്കി. മൈലാഞ്ചിട്ട് കിടന്നാൽ പിന്നെ ഇത് ചോക്കോന്നുള്ള ബേജാറുകൊണ്ട് ചില സമയങ്ങളിൽ ഉറക്കം പോലും കിട്ടില്ല. സംഭവം നല്ല സെറ്റായല്ലേ, അടിപൊളി.